എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ളോഗ് ആയിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ സാധനങ്ങളൊക്കെ ഇതുപോലെ കൊടുന്ന് ഹാളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് കൊണ്ടുപോയി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ അതാ ഞാൻ ഇതൊക്കെ കിച്ചണിലേക്ക് ആദ്യം കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും കിച്ചണിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി പുറത്തെടുത്ത് അതിൻ്റേതായ സ്ഥാനത്തേക്ക് വെച്ച് കൊടുക്കാം. ഇന്ന് ഞാൻ കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് ചെറിയൊരു പാർട്ടി ഉണ്ട് ഇവിടെ, ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ ആദ്യം ഇതുപോലെ എല്ലാ സാധനങ്ങളും കവറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വയ്ക്കും. എന്നിട്ട് കവർ മൊത്തത്തിൽ ഇവിടുന്ന് മാറ്റും. ശേഷം അതങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാറാണ്. അപ്പം ഇന്നും ഞാനിതാ എല്ലാ സാധനങ്ങളും ഇതുപോലെ കവറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വയ്ക്കുകയാണ്. പിന്നെ ഇത് ഞാൻ നെസ്റ്റോന്ന് വാങ്ങിച്ചൊരു ചട്ടിയാണ്. ഇത് ചൈനീസിൻ്റെ കുക്കിംഗ് വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വാങ്ങിച്ചൊരു ചട്ടിയാണ്. ഇത് അത്യാവശ്യം വെയിറ്റൊക്കെ ഉള്ളൊരു ചട്ടി തന്നെയാണ്. ഇത് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതാ വലിയ ഉള്ളിയാണ് എടുത്ത് കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതുപോലെ പൊട്ടറ്റോയും മറ്റ് പച്ചക്കറികളൊക്കെ വെക്കുമ്പോൾ പുതിയത് മേടിച്ചത് താഴ്ഭാഗത്ത് വെക്കും, പഴയത് മേലെ വെക്കും. കാരണം അല്ലെങ്കിൽ ആദ്യം നമ്മൾ യൂസ് ചെയ്യുക പുതിയതാവും. അപ്പോൾ മേലെ പഴയത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആ പഴയതാണ്ട് യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ പീനട്ടും ബ്രെഡ് ന്യൂട്ടല്ല അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഞാൻ പുറത്ത് തന്നെ വെക്കും, കുട്ടികൾക്ക് കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കും. പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയുടെ അതിൽ കുറച്ച് മെസ്സായിട്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കുട്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു കൊട്ടയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ പഴയതുണ്ടായിരുന്ന ഫ്രൂട്ട്സ് അതിൽ നിന്ന് മാറ്റി പുതിയതൊക്കെ താഴ്ഭാഗത്ത് വെക്കുകയാണ്. പിന്നെ ഫ്രൂട്ട്സ് മൊത്തമായിട്ട് ആ ബാസ്ക്കറ്റിൽ കൊള്ളാത്തത് കൊണ്ട് ഞാനൊരു വേറൊരു ബാസ്ക്കറ്റിലേക്ക് ഇനി കുറച്ച് നേന്ത്രപ്പഴം ചെറുപഴം ഉണ്ടായിരുന്നു, കുറച്ച് മാംഗോ ഉണ്ട്. അപ്പോൾ അത് വേറൊരു ബാസ്ക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ചെറിയുള്ളി ഇതാ ഞാൻ ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് പുറത്ത് വെക്കേണ്ട ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലേക്കുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതാ പച്ചമുളക് ഞാൻ ഇതുപോലൊരു പാത്രത്തിലാണ് ഇട്ട് വയ്ക്കാറ്. അടച്ച് വെക്കണ ടൈപ്പുള്ളൊരു ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും. ഞാൻ അതിൻ്റെ തണ്ടൊന്നും കളയാറില്ല കേട്ടോ. ഇതുപോലെ ലീഫ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് മൊത്തമായിട്ട് പച്ചമുളക് ഇട്ടിട്ട് അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കും. ഇനി ബാക്കിയുള്ള പച്ചക്കറികൾ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്താണ് ഞാൻ എല്ലാ പച്ചക്കറി കൂടെ ഈ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കാറാണ്. ഈ 2 മാങ്ങ അത്യാവശ്യം പഴുത്തത് കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കേടാവും. പിന്നെ തക്കാളി ഞാൻ ഇതുപോലൊരു കൊട്ടയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാറാണ്. പുറത്ത് വെക്കാറില്ല, പുറത്ത് വെച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കേടാവും. അതുകൊണ്ട് ഞാൻ തക്കാളി ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാറ്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് കുറച്ച് സാധനം കൂടെ വെച്ച് കഴിഞ്ഞാൽ
ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് റീഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഞാൻ ഇതുപോലെ തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാറാണ്. അപ്പോൾ കേടൊന്നും ആവാണ്ട് ഇരിക്കാറുണ്ട്. പിന്നെ അതാ ഇനി ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അതിന് ശേഷം രാത്രി ബർത്ത്ഡേ പാർട്ടി ആവുകൊണ്ട് അതിന് ശേഷം എനിക്കതിനുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡൊന്നും ആക്കാനില്ല, ഫുഡൊക്കെ പുറത്തുനിന്നാണ്. പിന്നെ ബലൂണ് വീർപ്പിക്കാൻ അങ്ങനത്തെയൊക്കെ കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് വീർപ്പിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതിൻ്റെ ലെറ്റേഴ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. എയറൊന്ന് ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ മൊത്തം ലെറ്റേഴ്സൊക്കെ റെഡിയാക്കി ഞാനിതൊക്കെ വാളിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഹാപ്പിയുടെ അടിയിലായിട്ട് ഞാൻ മോൻ്റെ ഫോട്ടോസ് കട്ട് ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേയുടെ ലെറ്റർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മടിയായ കാരണം ഞാനത് പിന്നെ മാറ്റാനൊന്നും പോയി. അപ്പോൾ ഇതാണ് കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. The light things on you.